തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും വലിയ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഈ ഒരു ഡാട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും. പലർക്കും ഭയങ്കര സംശയങ്ങളാണ്. നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യം ചെയ്ത് അഥവാ മനസ്സിലായെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനൊരു ബാക്ക് പീസ് വെട്ടാനായിട്ട് നമ്മളൊരു സ്ക്വയർ മാർക്ക് കൊടുക്കുന്നുണ്ട്. ആ സ്ക്വയർ മാർക്ക് കൊടുത്ത മാർക്ക് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് പീസേ കാണും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ അങ്ങ് ഇട്ട് നമ്മൾ മാർക്ക് ചെയ്തു. സെൻറ്റർ ഡാട്ടും കൊടുത്തു. സെൻറ്ററായിട്ട് കൊടുത്തു കഴിഞ്ഞ് ഈ ഒരു ഡാട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ചുമ്മാ ഒന്ന് പിടിച്ച് നോക്കണം. ഇത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് പീസും കറക്റ്റ് ചെയ്തിട്ട് ഈ ഡാട്ട് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിതുണ്ട് ഇങ്ങനൊരു മാർക്ക് കിട്ടും. അതായത് നമ്മുടെ ബാക്ക് പീസിൽ കൊടുത്തിരിക്കുന്ന ആ സ്ക്വയർ മാർക്കില്ലേ, ആ സ്ക്വയർ മാർക്കിൻ്റെ അവിടുന്ന് ഒരു 4 ഇഞ്ച് മാറ്റം വരുത്തി വരച്ചാൽ മതി. ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ വെക്കും നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ വെക്കുന്നത്. എത്ര ഇതിൽ നമ്മൾ വെട്ടിയാലും ഇതുമായിട്ട് ഒരു 4 ഇഞ്ച് ഇതേ വരും. ഞാനിപ്പം ഫ്രണ്ട് പീസ് വെച്ച് കാണിക്കാം. കണ്ടോ, കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് നിങ്ങളിങ്ങനെ പിടിച്ചാൽ ഇതേ മാർക്കിൽ സെൻറ്റർ കിട്ടും. ഒരു 4 ഇഞ്ച് വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടേ വരുള്ളൂ. ഈ ഡാട്ടിന് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നവർ അങ്ങനെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലുള്ള വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയി ഉടൻ തന്നെ എത്തുന്നുണ്ട്.